ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ സന്ധ്യലക്ഷ്മി വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മീഡിയം അളവ് സവാള ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഞാൻ 2 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോഴത്തേക്കും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാവേ. നമ്മളിപ്പോൾ തന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ആദ്യം തന്നെ മൂപ്പിക്കാറാണല്ലേ. അപ്പം അങ്ങനെ മൂപ്പിക്കുന്നതിനേക്കാളും നമ്മളിതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് നന്നായിട്ട് മൊരിഞ്ഞൊന്നും പോവാതെ അതിൻ്റെ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതാ ഉള്ളി വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ. ഇനി നമുക്ക് 2 പച്ചമുളക് കീറിയത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു അല്പം നേരം എടുത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്ന് വഴറ്റുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ തന്നെ നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അത് മൊരിഞ്ഞു പോകത്തില്ല. മൊരിയുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുവേ. അപ്പോൾ 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ട് നമ്മളിതിൽ ആദ്യം ചേർക്കുന്ന പൊടിയെന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയും മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ചെറിയ സ്പൂണാണ് എടുക്കുന്നത്. അതിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ സ്പൂണാകുമ്പോൾ ഒരു 1/4 സ്പൂണൊക്കെ മതിയാവും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗരം മസാലയാണ് ഇടുന്നത്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ചെറിയ സ്പൂണിൽ തന്നെ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാ സ്പൂണിലാണെങ്കിൽ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തീ നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണേൽ വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് നോക്കിക്കൊള്ളണം കേട്ടോ, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയത്തൊരു നല്ലൊരു മണമൊക്കെ വരുവേ. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതാ ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എരിക്കനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എരി കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 1.5 ഇട്ടത്. നിങ്ങളുടെ എരിയുടെ അനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു തിക്കിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ശകലം ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പൊടികൾ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ ഗ്രേവിയൊക്കെ ആ മുട്ടയിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വരഞ്ഞു വെച്ചത്. അപ്പം അതങ്ങനെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന്
സ്ലോയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി കേട്ടോ. ഇത് ഇച്ചിരി നേരം വഴറ്റേണ്ടി വരും, കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മൾ എത്രത്തോളം സമയം എടുത്ത് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ കറി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ.